ആലപ്പുഴ നീർക്കുന്നത്ത് SNDP യോഗം ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. SNDP യോഗം നീർക്കുന്നം ശാഖാ സെക്രട്ടറി ശ്രീ അനിൽ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽ, എന്തുകൊണ്ടാണ് വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ അവിടെ ഉള്ളത്? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അനിൽ? ഇത് 2007 തുടങ്ങിയ ഒരു പ്രതിസന്ധിയാണ്. 1987 മുതൽ ഈ SNDP ശാഖ എന്ന് പറയുന്ന ഈ വളഞ്ഞവഴിയിലെ 363 നമ്പർ SNDP ശാഖായോഗം ഇതിന് ഏതാണ്ട് 1 ഏക്കർ 5 സെന്റ് ഭൂമിയോളം നാഷണൽ ഹൈവേക്ക് ഇരുവശവുമായിട്ടുണ്ട്. ഇന്ന് ആ വസ്തുക്കൾക്ക് ഏതാണ്ട് 20 ലക്ഷം രൂപ സെന്റിന് വില ഇവിടെ മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ്. 1998 ഇവിടെ ഭരിച്ചിരുന്ന അന്നത്തെ സെക്രട്ടറി ശ്രീ ആനവേലിൽ ഭാസ്കരൻ, അതുപോലെ തന്നെ പ്രസിഡന്റ് ശ്രീ PG ബാബു, ഇവർ രണ്ടുപേരും ചേർന്ന ഒരു സ്വകാര്യ ട്രസ്റ്റ് ശ്രീനാരായണ ട്രസ്റ്റ് കാക്കാഴം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യും. അതിന്റെ പേരിൽ കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായിട്ട് നടത്തുകയിട്ടുണ്ടായി. അവര് 36% പലിശയ്ക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ 60% പലിശയ്ക്ക് മറ്റുള്ളവർക്ക് നിക്ഷേപം ബിസിനസ്സുകാർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. ഞങ്ങളുടെയൊക്കെ സംശയം ആ സമയത്ത് ഒരുപാട് കള്ളപ്പണവും അതുപോലെ തന്നെ കള്ളനോട്ടും ഒക്കെ ഇവിടെ ബിസിനസ് നടന്നിരുന്നു. എന്താണ് പ്രശ്നം ശ്രീ അനിൽ? ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് നിക്ഷേപകർ ഇവര് പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്ത് നിക്ഷേപകർക്ക് കഴിഞ്ഞപ്പോൾ 2006-07 കാലഘട്ടത്തിൽ നിക്ഷേപകരെല്ലാം വിവിധ കോടതികളിൽ നിന്ന് എക്സ് പാർട്ടി വിധി സമ്പാദിച്ച് SNDP ശാഖയ്ക്കെതിരെ ട്രസ്റ്റ് നടത്തിയ ഇടപാടുകൾക്ക് SNDP ശാഖയ്ക്കെതിരെ വിധി സമ്പാദിക്കുകയും SNDPയുടെ ശാഖയുടെ സ്വത്തുവകകൾ CP33 എന്ന് പറയുന്ന ഒരു കമ്പനി പെറ്റീഷന്റെ പുറത്ത് ഹൈക്കോടതി എക്സ് പാർട്ടിയായിട്ട് ഇത് കണ്ടുകിട്ടുകയും ചെയ്യുകയായിരുന്നു. എന്നാലും ഇവിടെ ഉണ്ടായിരുന്ന SNDPയുടെ ഒരു പ്രോപ്പർട്ടിയായ 16 സെന്റ് സ്ഥലത്തിലെ ഒരു ഗുരുമന്ദിരം നിലനിൽക്കുന്നുണ്ട്. അവിടെ വിളക്ക് വയ്ക്കുവാനും ആരാധിക്കുവാനുള്ള അനുവാദം കോടതി തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വസ്തുവകകൾ വിറ്റ് കടം വീട്ടുന്നതിന് SNDP ഭാരവാഹികൾക്ക്, ഇപ്പൊ നിലവിലെ ഭാരവാഹികൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ നിർഭാഗ്യപരമായിട്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. വളരെ ദൗർഭാഗ്യം എന്ന് പറയുന്നത് നീതിപീഠം ഇപ്പോഴത്തെ SNDPയുടെ വക്താക്കളുടെ അല്ലെങ്കിൽ SNDPയുടെ ഇപ്പോഴത്തെ ഭാരവാഹികളുടെ വാദം എന്താണ്, ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അത് കേൾക്കാതെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു വിധിയാണിത്. അപ്പൊ ഈ SNDPയുടെ ഗുരുമന്ദിരം ശരി ശ്രീ അനിൽ, ആ കാര്യങ്ങൾ മനസ്സിലായി. ഏതായാലും ഇപ്പോൾ നടപടി അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിലുള്ള എതിർപ്പാണ് നിങ്ങളിപ്പോൾ വ്യക്തമാക്കുന്നത്. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.